സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും നോക്കാം സകലമാന വാർത്തയുടെ പ്രധാന വാർത്തകൾ. വടക്കൻ ജില്ലകളിൽ മഴയിൽ വ്യാപക നാശനഷ്ടം. ചെറുവത്തൂർ കുളങ്ങാട്ട് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. പുഴകൾ കരകവിഞ്ഞു. വ്യാപക കൃഷിനാശം. കനത്ത മഴ തുടരും. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ജലവൈദ്യുത പദ്ധതിക്കായി വൻതോതിൽ പാറ പൊട്ടിച്ചതോടെ കൂടറഞ്ഞി പ്രദേശവാസികൾ ഭീതിയിൽ. വീടുകൾ വിണ്ടുകീറി. പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്ന പ്രദേശവാസികൾ. കോഴിക്കോട് കാരശ്ശേരിയിൽ പെരുമ്പാമ്പിനെ പിടികൂടി. പെരുമ്പാമ്പിനെ കണ്ടത് വൈശംപുറം സ്വദേശി സുജേഷിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ. 7 കോഴികളെ പെരുമ്പാമ്പ് വിഴുങ്ങി. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ കനത്ത മഴ മുന്നറിയിപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. വടക്കൻ ജില്ലകളിൽ മഴയിൽ വ്യാപക നാശം. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. താമരശ്ശേരി ചുരത്തിലും ഗതാഗത നിയന്ത്രണം. മുണ്ടക്കൈ ചൂരൽമല മേഖല കനത്ത ജാഗ്രതയിലാണ്. ചെറുവത്തൂർ കുളങ്ങാട്ട് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. കാരശ്ശേരി കുമാരനല്ലൂർ മിനി സ്റ്റേഡിയത്തിൽ വെള്ളം കയറി. ആനയാംകുന്ന് നെച്ചൂളിപ്പൊയിൽ ഭാഗത്ത് വയലിൽ വെള്ളം കയറി. കൃഷിയിൽ നാശമുണ്ടായി. ജലവൈദ്യുത പദ്ധതിക്കായി വൻതോതിൽ പാറ പൊട്ടിച്ചതോടെ കോഴിക്കോട് കൂടറഞ്ഞി പ്രദേശവാസികൾ ഭീതിയിൽ. നിരവധി വീടുകളുടെ ചുമരും കോൺക്രീറ്റും വിണ്ടുകീറി. വീടുകൾക്ക് ബലക്ഷയവും ചോർച്ചയുമുണ്ടായി. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണത്തിനായി 11 ഏക്കർ സ്ഥലത്ത് വൻതോതിൽ പാറ പൊട്ടിച്ചതോടെയാണ് തൊട്ടടുത്തുള്ള നിരവധി വീടുകളുടെ ചുമരും കോൺക്രീറ്റും വിണ്ടുകീറി വീടുകൾക്ക് ബലക്ഷയവും ചോർച്ചയുമുണ്ടായത്. പാറ പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നം KSEB ഉദ്യോഗസ്ഥരെയും കരാർ കമ്പനിയായ ആരിക്കോൺ അധികൃതരെയും അറിയിച്ചിരുന്നു. എല്ലാ നാശത്തിനും നഷ്ടപരിഹാരം നൽകുമെന്ന് KSEB ഉദ്യോഗസ്ഥൻ കത്ത് നൽകിയിരുന്നെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ കരാർ കമ്പനിയും KSEBയും ഇപ്പോൾ കൈമലർത്തുകയാണ്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഇവിടുത്തെ ഇതിപ്പോ ഒരു ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത് മുഴുവനും. അപ്പൊ അതിന്റെ പ്രവൃത്തിയാണ് ഈ നടക്കുന്നത് മുഴുവനും. ഇതിനകത്ത് ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു. വലിയ വലിയ കല്ലുകൾ, നിങ്ങൾക്ക് ഇതിന്റെ പുറകിൽ കാണുന്നത് പോലെയുള്ള വലിയ വലിയ കല്ലുകൾ ഉണ്ടായിരുന്നു. ആ കല്ലുകൾ മുഴുവനും പുറത്തേക്ക് കൊണ്ടുപോയി. അന്ന് അവർ പറഞ്ഞത് ഇത് മുഴുവനും പൊട്ടിച്ചിട്ട് തിരിച്ച് മെറ്റലാക്കി കൊണ്ടുവരുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്നും നടപടിയുള്ള കേസല്ലാന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് കണ്ടാലറിയാം. അതുപോലെയാണ് ഇത് മുഴുവൻ പുറത്തേക്ക് പോയത്. അപ്പൊ അങ്ങനെ പോയ സമയത്ത് ഇത് കല്ല് പൊട്ടിക്കുക എങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മുടെയൊക്കെ ഒരുപാട് വീടുകൾക്ക് താമസിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി. ഉഗ്രസ്ഫോടനത്തോടു കൂടിയാണ് കല്ലുകൾ പൊട്ടിച്ചത്. അത് കാരണം ഞങ്ങളുടെ വീടുകൾ മുഴുവൻ ചോർച്ചയും വിള്ളലും സംഭവിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ പലപ്പോഴായിട്ട് പഞ്ചായത്ത് അധികൃതർ, റവന്യൂ, കളക്ടർ, കോടതി, അതുപോലെ തന്നെ MLA എല്ലാവരെയും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടും എല്ലാവരും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. KSEBയുടെ പ്രോജക്ട് മാനേജറെ കണ്ടു. ആര്യക്കോൺ എന്നുള്ള കമ്പനിയാണ് ഇത് ഏറ്റെടുത്തേക്കുന്നത്. അവരോടും നമ്മളിത് സംസാരിച്ചിരുന്നു. അവരും അനുഭാവം പദ്ധതിയിൽ ഞങ്ങൾക്ക് അതിൻ്റെ നഷ്ടങ്ങൾ തരാം എന്ന് പറഞ്ഞതല്ലാതെ തരാം ഈ വാക്ക് മാത്രമേ ഉള്ളൂ. ലോൺ എടുത്തും പഞ്ചായത്തിന്റെ സഹായത്തോടെയും പുതുതായി നിർമ്മിച്ച വീടുകളാണ് സ്ഫോടനം കാരണം വിള്ളൽ വീണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ. ഇതിനകത്ത് അവരോട് നമ്മൾ ഒരുപാട് പരാതിയും കാര്യങ്ങളും കൊടുത്തപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാൻ പറഞ്ഞാൽ ചെയ്ത് ലാസ്റ്റ് അവർ ചെയ്തു തരില്ല. അപ്പോൾ മാനേജർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ള സിസ്റ്റത്തിലാണ് അവിടെ ഈ അറാംകോ കമ്പനിയുടെ മാനേജർ നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാര്യങ്ങൾ. എല്ലാ വീടെല്ലാം പൊട്ടി എല്ലാം നാശമായി കിടക്കുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥിതി KSEBന്റെ ഭാഗമായിട്ട് ഇവിടെ കല്ല് പൊട്ടിച്ച് ഞങ്ങളുടെ പേര വിണ്ട് കയറി. ഇപ്പോൾ അവർ വന്ന് നോക്കിപ്പോയി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാമെന്നാ പറഞ്ഞത്. ഇപ്പം അതിൻ്റെ ഒരു ഇതുമില്ല. അവരോട് ഇതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമായിട്ട് എന്തെങ്കിലും തരണം. അവരോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു നോക്കി, ഒന്നും പറഞ്ഞിട്ടില്ല. തരാമെന്ന് പറഞ്ഞല്ലാതെ തന്നിട്ടില്ല. നാശനഷ്ടം സംഭവിച്ചവർ മാസ് പെറ്റീഷൻ നൽകിയാൽ വിഷയത്തിൽ ഇടപെടുമെന്ന് PV അൻവർ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ സർക്കാർ മോറലി കമ്മിറ്റഡ് ആണ്. പക്ഷെ അത് നടന്നിട്ടില്ല. ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആരും സംസാരിക്കാനുണ്ടായില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടായ വീട്ടുകാർ പറയുന്നു.
അതൊരു ജനറൽ ഇവർ പറയുന്ന രീതിയിലാണ് കാര്യമെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു പരാതി തയ്യാറാക്കി നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിലുള്ള ഒരു പൊതു കംപ്ലൈൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ് അതിൽ ഇടപെടാൻ പറ്റുക എന്ന് ആലോചിച്ച് ഇടപെട്ടവരെ സഹായിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. ആദ്യ പ്രദർശനത്തിന് ശേഷം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങൾ. ഡേവിഡ് ആബേൽ ഡൊണോവൻ എന്ന കഥാപാത്രമായിട്ടാണ് സുരേഷ് ഗോപി സിനിമയിലെത്തുന്നത്. തൃശ്ശൂരിലാണ് സുരേഷ് ഗോപി ചിത്രം കണ്ടത്. നോമി ദിനേശ് നൽകും വിവരങ്ങൾ. നോമി, ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ശേഷം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് ആദ്യ പ്രദർശനം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് പ്രതികരണങ്ങൾ? ബബി, എന്തായാലും ചിത്രത്തിന് തൃശ്ശൂരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് സിനിമ കണ്ടവരോട് തന്നെ ചേച്ചി, സിനിമ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. സുരേഷ് ഗോപി അടിപൊളിയായിട്ട് നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. നന്നായി ഇഷ്ടപ്പെട്ടു. ഒരു സ്ത്രീപക്ഷ സിനിമ കൂടിയാണ്. അതെ. ഓക്കെ, നമ്മൾ സ്ത്രീകള് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള്. അതെ, നല്ല ചിത്രം. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളി. കിടുക്കി. ഒപ്പം ഇവരുടെ കയ്യിലൊക്കെ കേക്ക് ഉണ്ട്. ഇതിന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി ഞങ്ങൾ നിന്നതാണ്. സുരേഷ് ചേട്ടനെ കാണാനും കണ്ടു സന്തോഷായി. സിനിമയുടെ വിവാദങ്ങളൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. നോർമൽ. ഇഷ്ടപ്പെട്ടു. അടിപൊളി. എന്തായാലും ഇവിടെ ഒരു കൊച്ചൊരാൾ ഇന്നിപ്പുണ്ട്. സിനിമ കണ്ടോ? സിനിമ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? സുരേഷ് ഗോപിനെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ചേച്ചി സിനിമ? നല്ല സിനിമയാണ്. ബബി, എന്തായാലും നല്ല പ്രതികരണം തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും ലഭിക്കുന്നത്. സുരേഷ് ഗോപിയും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടതിന് ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങിയത്. ഇങ്ങനെയൊരു ചിത്രം സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അറിയാത്ത പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിന് അറിയാത്ത പല കാര്യങ്ങളും തുറന്നു കാട്ടുന്ന, അവർക്കൊരു അവബോധം നൽകുന്ന ഒരു ചിത്രം കൂടിയാണ്. നല്ലൊരു സന്ദേശം കൂടിയാണ് ഈ സിനിമ എന്ന് പറയാം. ഞാൻ ചിത്രം കണ്ടതാണ്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം പലപ്പോഴും പ്രത്യേകിച്ച് നമുക്കൊരു സ്ത്രീപക്ഷ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, പല മൊമെന്റിലും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന പല ഭാഗങ്ങൾ, നമുക്കൊന്നും അറിയാത്ത ചില കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അത് സംവിധായകൻ എന്ന നിലയിൽ പ്രവീൺ നാരായണൻ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഒപ്പം സുരേഷ് ഗോപിയുടെ നല്ല ഒരു അഭിനയം കൂടിയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർക്കൊക്കെ വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഒരു വിവാദങ്ങളൊന്നും ഈ സിനിമയെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്ന് പറയാം. ഈ ചില ഭാഗങ്ങളിൽ, കോടതിയുടെ ചില ഭാഗങ്ങളിൽ ജാനകി എന്ന പേര് പറയുന്നിടത്ത് മ്യൂട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സിനിമ കാണുമ്പോൾ അത്ര നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം നമുക്ക് അതിൽ മ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ജാനകിയാണെന്ന് നമ്മൾ സ്വയം ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ ആ സിനിമയിൽ മുഴുകിയിരിക്കും. എന്നാലും മികച്ച പ്രതികരണം തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത്. ഇതിൽ സംവിധായകരും ഒക്കെ ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ ഇതിന്റെ വിശേഷം ചോദിക്കാം. ഈ ചിത്രത്തിലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തി കൂടിയുണ്ട്. സിനിമ പ്രേക്ഷകർക്ക് ഇരുന്ന് കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിടത്തൊക്കെ ജനങ്ങൾ ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷം തോന്നിയ ആ സമയത്ത്. ഒരുപാട് പല ഭാഗങ്ങളിലും ആളുകൾ കൈയടിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഡയലോഗ്സുകൾക്ക് കൈയടി ഉണ്ടായിരുന്നു. കൈയടി ഡയലോഗ്സിനല്ല, ആ സിറ്റുവേഷനാണ്, ആ അവസ്ഥയ്ക്കാണ് ആളുകൾ കൈയടിച്ചത്. നല്ലൊരു സന്ദേശം കൂടിയാണ് പൊതുസമൂഹം. ജനപക്ഷം ആണത്. ജനങ്ങളുടെ മനസ്സിൽ തോന്നിയ അവരുടെ ഇതിനനുസരിച്ചുള്ള ഒരു ഇതാണ്. അപ്പൊ സ്ത്രീപക്ഷ സിനിമയെന്നും കൂടി പറയാം. തീർച്ചയായിട്ടും. അല്ല, അത് നീതിയുടെ പക്ഷം, സത്യത്തിന്റെ പക്ഷം എന്നുള്ളത്. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴൊക്കെ വലിയ ആശങ്കയായിരുന്നു അണിയറ പ്രവർത്തകർ. അതെ, ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രശ്നമൊന്നും ബാധിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഉണ്ടാകാമായിരുന്നു എന്ന് അവർ ധരിച്ചുവെങ്കിൽ അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം പ്രേക്ഷകന്റെ മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. പക്ഷെ കുറച്ചുകൂടെ വിശദമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഇത് കുഴപ്പമില്ല എന്ന് മനസ്സിലായത്.
ഒരുപാട് സന്തോഷം. നല്ലൊരു കഥാപാത്രത്തെ അഭിനയിച്ചിട്ട് കൂടിയുണ്ട്. നമുക്കിതിന്റെ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ചേരുന്നുണ്ട്. നമുക്ക് അവരോട് കൂടി ഇതിന്റെ പ്രതികരണം തോന്നാൻ വലിയ വികാരാതീതനായി തന്നെയാണ് സംവിധായകൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതാണ്. നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. ഒരുപാട് വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ശേഷം ജാനകിയെ പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ജാനകിയെ പ്രേക്ഷകർ സ്വീകരിച്ചോ? തീർച്ചയായും. പടം കണ്ടിട്ട് എന്ത് പറയുന്നു? നല്ല പടം. നമ്മൊരു സ്ത്രീപക്ഷ പടം, അല്ലെങ്കിൽ ഒരു നമുക്ക് പൊതുസമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുന്ന ഒരു ചിത്രം കൂടിയാണ്. ഇത് തന്നെയാണ് ഞാൻ ആദ്യത്തെ ദിവസം തൊട്ട് ഓഡിയോ ലോഞ്ച് തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സിനിമ സംസാരിക്കുന്ന ഒരു മെറിറ്റ് ഉണ്ട്, സിനിമ സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. അവിടെ നിന്ന് മാറിയാണ് നമ്മൾ വിവാദങ്ങളിലേക്ക് പോയത്. അതൊരു പക്ഷേ സിനിമയ്ക്ക് കൂടുതൽ ഗുണകരമായിട്ടുണ്ടായിരിക്കാം, അറിഞ്ഞുകൂടാ. ഇപ്പം ഈ നിമിഷം ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്, ഭയങ്കരമായിട്ട് ആശ്വാസമുണ്ട്. ഇതിനായിരുന്നല്ലോ കഷ്ടപ്പെട്ടതെന്ന് ഓർക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ നമുക്ക് ജീവിതത്തിൽ. ഈ സ്നേഹം, ഈ പരിഗണനകൾ, ഈ കിട്ടുന്ന എന്താ പറയുക സന്തോഷം നിറഞ്ഞ വാചകങ്ങൾ, ഈ നോട്ടങ്ങൾ ജീവിതത്തിൽ, ഇതെല്ലാം ഒരു അനുഭവിക്കേണ്ടത് തന്നെയാണ്. ശരിക്കും ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. താങ്ക് യു. വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതിന്റെ വിവാദങ്ങളൊന്നും തന്നെ സിനിമയെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കണ്ടിറങ്ങുന്നവർ പറയുന്നത്. വിവാദങ്ങൾ ബാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. തന്നെയല്ല, ഇതിനകത്തെ ഓരോ അവസ്ഥയിലൂടെയും ഞങ്ങൾ നിർമ്മാതാക്കൾ കടന്നുപോയതാണ്, ജാനകിയുടെ അവസ്ഥയിലൂടെ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇമോഷണൽ ഫീലിംഗ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ടച്ചിങ് ആയിട്ടുണ്ട് സിനിമയുമായിട്ട്. ഈ മ്യൂട്ട് ചെയ്ത് എന്ന് പറയുന്ന ഭാഗങ്ങൾ പോലും നമുക്കത് ഓക്വേർഡായിട്ട് തോന്നുന്നില്ല. അത് തോന്നാത്ത രീതിയിലാണ് പ്രവീണും പിന്നെ ഞങ്ങളുടെ എഡിറ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായെങ്കിലേ ഉള്ളൂ. ഞങ്ങൾക്കത് ജാനകി എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ഞങ്ങളത് കുറേ പ്രാവശ്യം കണ്ടതുകൊണ്ട് ഒരുപാട് സന്തോഷം. എന്തായാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കണ്ടിറങ്ങിയ പ്രേക്ഷകരൊക്കെ ജാനകിയെ സ്വീകരിച്ചു കഴിഞ്ഞു. കുടുംബ പ്രേക്ഷകർ അല്ലെങ്കിൽ പൊതുസമൂഹം കാണേണ്ട ഒരു ചിത്രം എന്ന് തന്നെയാണ് എല്ലാവരും കണ്ടിറങ്ങിയവരെല്ലാവരും പറയുന്നത്. ഭവ്യ, ശരി, നവമിയുടെ പ്രതികരണമാണ് കണ്ടത്. ഇനി നമുക്ക് സുരേഷ് ഗോപി സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എത്രയോ സ്ത്രീകൾ പൊരുതി മരിച്ചുപോയി നീതി കിട്ടാതെ. അതിനകത്ത് സമൂഹത്തിന് വലിയ പാതകം ആണ് സമൂഹം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ആ സമൂഹത്തിന്റെ ഭാഗമാണ് ഈ തലമുറയിലെ നമ്മൾ. ഒരുപക്ഷെ പ്രായം ഇപ്പോ അവർക്കൊരു ബോധ്യം നൽകാൻ കഴിയുന്ന പ്രായമാണെങ്കിൽ അടുത്ത തലമുറ, അതിനടുത്ത തലമുറ, അവർക്കെല്ലാം ഇത് ബോധ്യം പകർന്നു കൊടുക്കുന്നതിന് ഈ സിനിമ ബോധ്യം. കോഴിക്കോട് മാവൂരിൽ മോഷണ പരമ്പരയിൽ പ്രതി പിടിയിൽ. 10 കടകളിൽ മോഷണം നടത്തിയ ആസം സ്വദേശിയായ ജിയാബു റഹ്മാനാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇടുക്കിയിൽ അജ്ഞാത വാഹനം പിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വണ്ടൻ പതാൽ സ്വദേശി പെരുമണ്ണാമഠം അരുണാണ് മരിച്ചത്. ദേശീയപാതയോരത്ത് അപകടത്തിൽപ്പെട്ട് കിടക്കുകയായിരുന്ന അരുണിനെ പെരുവന്താനം പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വാഹനം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി രാജകുമാരിയിൽ വയോധിക മാത്രമുള്ള സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ KCBക്ക് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും KCB ജീവനക്കാരൻ ഫ്യൂസ് ഊരിയെടുത്തു. വൈദ്യുതി വിച്ഛേദിച്ചത് KCB അല്ല എന്നായിരുന്നു KCBയുടെ നിലപാട്. കഴിഞ്ഞ ദിവസമാണ് രാജകുമാരി ഷല്ലയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ഫ്യൂസ് KCB ഊരിയത്. സിബിയുടെ അമ്മയായ 75-കാരി അന്നമ്മ മാത്രമുള്ളപ്പോൾ വീട്ടിലെത്തിയ ജീവനക്കാരൻ ബില്ല് അടച്ചില്ലെന്നാരോപിച്ച് ഫ്യൂസ് ഊരിക്കൊണ്ടു പോവുകയായിരുന്നു. ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും ജീവനക്കാരൻ നടപടിയിൽ നിന്ന് പിന്മാറിയില്ല. തുടർന്ന് 1.5 ദിവസം വീട്ടിലെ വൈദ്യുതി തടസ്സപ്പെട്ടു. KCBയെ അറിയിച്ചപ്പോൾ ജീവനക്കാരല്ല മറ്റാരെങ്കിലും ഫ്യൂസ് മാറ്റിയതാവാം എന്നാണ് അറിയിച്ചത്. അതൊക്കെ കൺസ്യൂമർ മാറിപ്പോയതാ, വേറെ വീടാന്ന് ഓർത്തുകൊണ്ട് മാറി ഊരിക്കൊണ്ട് പോയതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വേറെ ഊരാണ് 7 ദിവസം വരെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴെ ഊരിയ ആളാരാന്നും ഇയാൾ വെച്ചെന്ന് ഇന്ന് രാവിലെ അറിഞ്ഞതെന്ന് പറഞ്ഞ് വന്നത്. 1 ദിവസം മുമ്പ് ഫുള്ളായിട്ട് ഇരുട്ടത്തിരിക്കേണ്ട അവസ്ഥ വേറൊരു ഉപഭോക്താവിനും വരരുത്. ഇതിൻ്റെ പരാതിയായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. സിബിയുടെ പരാതിയെ തുടർന്ന് KCB നടത്തിയ അന്വേഷണത്തിലാണ് ഫ്യൂസ് ഊരിയത് കരാർ ജീവനക്കാരനായ സിബീഷ് ആണെന്ന് വ്യക്തമായത്. വീട് മാറിയതാണെന്നാണ് KCBയുടെ ഇപ്പോഴത്തെ വിശദീകരണം. ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും വൈദ്യുതി തടസ്സപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടി കുടുംബം പരാതി നൽകി.
ന്യൂസ് 18 ഇടുക്കി. പദ്ധതികൾ അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് പാലക്കാട് മുതലമട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ അനിശ്ചിതകാല സമരത്തിൽ. ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിനെതിരെയാണ് അനിശ്ചിതകാല സത്യാഗ്രഹ സമരം. മുതലമട ഗ്രാമപഞ്ചായത്ത് ജനകീയ വികസന മുന്നണിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. പറമ്പിക്കുളം കുരിയാർകുറ്റി വനപാത, പള്ളംപുഴ പാലം, തേക്കടി വനപാത എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പുതിയ ഭരണസമിതി ഇല്ലാതാക്കിയതായി മുൻ പ്രസിഡന്റ് കൽപ്പന ദേവി ആരോപിച്ചു. 500-ൽ പരം ഭവന പദ്ധതികൾ അനിശ്ചിതത്വത്തിലാണ്. ജനകീയ പദ്ധതികൾ വീണ്ടും റിവിഷൻ നടത്താൻ തീരുമാനിച്ചതിലൂടെ പദ്ധതികൾക്കായുള്ള തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടെന്നാണ് ആരോപണം. അവിശ്വാസ പ്രമേയത്തിലൂടെ മുതലമട പഞ്ചായത്തിലെ ഭരണമാറ്റം വന്നതാണ് തുക വകമാറ്റി പദ്ധതികൾ അവതാളത്തിലാക്കിയതെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പ് അധികൃതരുടെയും നിർദ്ദേശങ്ങളനുസരിച്ചാണ് പദ്ധതി പുനഃപരിശോധിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെയ്ഖ് പറഞ്ഞു. ജനങ്ങൾക്ക് ഉപകാരമായ പദ്ധതികൾ ഒഴിവാക്കിയിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു. അതിനിടെ കുരിയാർകുറ്റി ഊരിലെ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി മുതലമട പഞ്ചായത്തിന് മുന്നിൽ ആദിവാസികളും രാവിലെ മുതൽ സമരത്തിലാണ്. ന്യൂസ് 18 മുതലമട. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിച്ചിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. എന്നാൽ ദുരന്തങ്ങളിൽ നിന്നും പാഠം പഠിക്കുന്നില്ല എന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു സർക്കാർ സ്ഥാപനം. ഇടിഞ്ഞു പൊളിഞ്ഞ നിലം പത്താറായ കെട്ടിടത്തിലാണ് ഇവിടെ കൃഷിഭവൻ പ്രവർത്തിക്കുന്നത്. നെയ്യാറ്റിൻകര നഗരസഭാ കാര്യാലയത്തിന് സമീപം പ്രവർത്തിക്കുന്ന കൃഷിഭവനാണിത്. തകർന്ന് നിലംപൊത്താറായ കെട്ടിടം. ബലക്ഷയം കാഴ്ചയിൽ തന്നെ പ്രകടം. നെയ്യാറ്റിൻകര നഗരസഭയിലെ കർഷകർ ഉൾപ്പെടെ 100 കണക്കിന് പേർ വന്നുപോകുന്ന ഇടം. ഈ കെട്ടിടം മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു അപകടത്തിന് കൂടെ കാക്കുകയാണോ എന്നാണ് ജനം ചോദിക്കുന്നത്. ദിവസേന 100 കണക്കിന് കൃഷിക്കാരാണ് വന്നു പോകുന്നത്. 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ഈ ഓഫീസ് ഉള്ളത്. നമുക്കറിയാം, ഒരാഴ്ചയായിട്ടുള്ളൂ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി, ബിന്ദു എന്നപ്പെട്ട സഹോദരി, ദാരുണമായ സംഭവം നടന്നിട്ട്. ഇനി ഇത് നെയ്യാറ്റിൻകരയിൽ ആവർത്തിക്കരുത്. തീർച്ചയായും അടിയന്തരമായി ഈ ഓഫീസ് മാറ്റി സ്ഥാപിക്കണം. ഒപ്പം ഉടൻ തന്നെ പുതിയ കെട്ടിടവും സ്ഥാപിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകും. ഓടുമേഞ്ഞ കെട്ടിടമാണ്. എങ്കിലും പലയിടങ്ങളിലും ഓട് കാണാനില്ല. കെട്ടിടത്തിൻ്റെ മേൽക്കൂരകളിൽ വരെ വള്ളിപ്പടർപ്പുകളും ആൽവൃക്ഷ തൈകളും വളർന്നിട്ടുണ്ട്. കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ് ഉൾപ്പെടെ 5 ജീവനക്കാരുണ്ട് ഇവിടെ. കാറ്റത്തും മഴയത്തും ജീവൻ പണയം വെച്ച് മാത്രമേ ഇവിടെ ജോലി ചെയ്യാൻ കഴിയൂ. ഓഫീസ് കെട്ടിടത്തിനുള്ളിലെ വൈദ്യുതി മീറ്ററിൽ ചുറ്റിക്കിടക്കുന്ന ആൽവൃക്ഷത്തിൻ്റെ വേരുകൾ ഭീഷണിയാണ്. ജനലും വാതിലുമെല്ലാം ഇളകി തൂങ്ങിയിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ മുൻവശത്തെ പടുകൂറ്റൻ വൃക്ഷം മതിൽ തകർത്തു. ചാഞ്ഞുകിടക്കുന്ന ഈ വൃക്ഷം എപ്പോൾ നിലംപൊത്തുമെന്നാണ് ആശങ്ക. ഓട് പൊട്ടി വന്ന് വീഴുന്നു, വെള്ളം പിടിച്ചു വയ്ക്കാൻ പാടില്ല, തലയിൽ കൂടെ വീണ് തൂക്കാൻ പാടില്ല, എല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്, ഇടിഞ്ഞ് പൊടിഞ്ഞ് വന്ന് കിടക്കുകയാണ്. ഇത് നിവർത്തില്ല, ഒരു നിവർത്തില്ല. ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു ഇതേപോലെ കെട്ടിടം പൊളിഞ്ഞ് കിടക്കണം. അപ്പോഴവർ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്നെ കിടക്കട്ടെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഒരു നിവർത്തി. ഞാൻ ഇവിടെ രാവിലെ വന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് പോകുന്നത്. ഇവിടെ എല്ലാം ജോലിയെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. മഴ പെയ്തപ്പോഴാണ് ഇപ്പോൾ ഈ ഓടെല്ലാം വന്ന് വീഴുന്നെല്ലാം പൊട്ടി വന്ന് കിടക്കുന്നത്. തലയിൽ കൂടിയൊക്കെ വീഴാൻ, പിന്നെ വെളിയിലാണ് ഇരിക്കുന്നത്. 100 വർഷത്തോളം പഴക്കം വരുന്ന ഈ ഓഫീസ് കെട്ടിടത്തിൽ നിന്ന് ജീവനക്കാരെ അടിയന്തരമായി മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. കൃഷി ചെയ്യാൻ കാറ്റും വെളിച്ചവും ആവശ്യമാണ്. എന്നാൽ കൃഷി ഓഫീസിന് മേൽക്കൂര നിർബന്ധം. കാരണം ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നത് മനുഷ്യരാണ്. ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടവും. ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ളത് അടിയന്തര ആവശ്യമാണ്. അധികാരികളുടെ കണ്ണു തുറക്കണം. അരുൺ മോഹൻ, ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇടുക്കി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ വേസ്റ്റ് ബിൻ അഴിമതി ആരോപണത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് ജോസ്മി ജോർജ്. പദ്ധതി നടപ്പാക്കാൻ കൂട്ടായി നിന്നവരാണിപ്പോൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതെന്നും ജോസ്മി ജോർജ് ആരോപിച്ചു.
ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പദ്ധതിയുടെ ഭാഗമായി വേസ്റ്റ് ബിൻ വാങ്ങി സ്ഥാപിക്കാൻ പഞ്ചായത്ത് പണം ചെലവഴിച്ചതിലാണ് ആരോപണങ്ങൾ ഉയർന്നത്. UDF ഭരിക്കുന്ന വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇടതുപക്ഷ അംഗങ്ങളാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഉൾപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്ത് മുഴുവൻ അംഗങ്ങളും അംഗീകരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പാസാക്കിയ ശേഷമാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്കായി ശുപാർശ ചെയ്ത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ബിൽ പരിശോധിച്ച് അംഗീകാരം കൊടുത്ത ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വൈസ് പ്രസിഡന്റും ഒരു വിയോജിപ്പും പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നീട് പദ്ധതി നടപ്പാക്കുകയും വേസ്റ്റ് ബിൻ വാങ്ങി വിതരണം നടത്തുകയും ചെയ്ത ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ വേസ്റ്റ് ബിന്നുകൾക്ക് വലിയ വില നൽകി കമ്മീഷൻ വാങ്ങിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ത്രിതല പഞ്ചായത്തുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്കായി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഗവൺമെന്റ് ഇ-മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയത്. വസ്തുത ഇങ്ങനെയെന്നിരിക്കെ ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്നും ഏത് വിധത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഉൾപ്പെടുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകരിച്ച പ്രോജക്റ്റാണ് നമ്മൾ ജനറൽ കമ്മിറ്റിയിലേക്ക് വയ്ക്കുകയും ജനറൽ കമ്മിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തത്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലോ ജനറൽ കമ്മിറ്റിയിലോ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ഒരാക്ഷേപം ഉന്നയിക്കുകയോ ഒരു വിയോജനം പോലും രേഖപ്പെടുത്തുകയോ ചെയ്യാതെ മാർച്ച് മാസത്തിൽ പദ്ധതി പൂർത്തിയാക്കി ജൂൺ അവസാനമായപ്പോഴാണ് ഇങ്ങനെ ഒരു അഴിമതിയുണ്ട് എന്ന ആരോപണം പുറത്തു വരുന്നത്. ഈ 3 മാസക്കാലം ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കാതെ ഒരു വിയോജനം പോലും രേഖപ്പെടുത്താതെ കമ്മിറ്റികളെല്ലാം അംഗീകരിച്ചു പോയ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ട് 3 മാസങ്ങൾക്ക് ശേഷം അതിനകത്ത് അഴിമതി ഉണ്ട് എന്ന് ഉള്ള ആരോപണം പുറത്തു വരുമ്പോൾ അത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്ന് ജനങ്ങൾ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിനുള്ളിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷ അംഗങ്ങൾ ആരോപണം ഉന്നയിച്ചതോടെ കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം വിജിലൻസ് അന്വേഷണത്തിന് വിടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചു. കമ്മിറ്റി ഇക്കാര്യം പാസാക്കുകയും ചെയ്തു. ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. വാത്തിക്കുടി പഞ്ചായത്ത് 3 വർഷം ഭരിച്ചത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുൻപന്തിയിൽ നിന്ന് നടപ്പാക്കിയ പദ്ധതിയിൽ മാസങ്ങൾക്ക് ശേഷം ആരോപണം ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനമെന്തെന്ന് വാത്തിക്കുടിയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് മുക്കം കച്ചേരിയിൽ ശക്തമായ കാറ്റിലും മഴയിലും തേക്ക് മരം കടപുഴകി വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. തൊട്ടടുത്ത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മേൽ കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് ഹോട്ടലിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. പഴകുറ്റി കമ്മാളം റെസ്റ്റോറന്റിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. പഴകിയ ചിക്കൻ, ബീഫ്, തലേദിവസത്തെ അവിയൽ, തോരൻ തുടങ്ങിയവ പിടിച്ചെടുത്തു. റെസ്റ്റോറന്റ് മാലിന്യം കിള്ളിയാറിലേക്ക് ഒഴുക്കിവിടുന്നതായും കണ്ടെത്തി. നെയ്യാറ്റിൻകരയിൽ ആഡംബര വാഹനത്തിൽ കടത്തിയ 300 കിലോയിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് പിടികൂടി. പിടികൂടിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലക്ഷങ്ങൾ വില വരും. കേസിൽ ഭീമാപള്ളി സ്വദേശികളായ ഷമീർ, നവാസ് എന്നിവരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വൻതോതിൽ ലഹരി തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രങ്ങളിൽ ശേഖരിച്ച് അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലേക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുകയാണ് സംഘത്തിന്റെ പ്രധാന രീതിയെന്ന് എക്സൈസ് അറിയിച്ചു. തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സമൃദ്ധി ഫ്രൂട്ട് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സമൃദ്ധി ഫ്രൂട്ട് ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചു. കൃഷി, വ്യവസായം, ടൂറിസം വകുപ്പുകളുടെ സഹകരണത്തോടെ മാരാമണ്ണിലെ സെന്റ് ജോസഫ് കാത്തലിക് ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിസിലി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണ-വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 995, പവന് 22,840. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,500, പവന് 60,000. വെള്ളി ഗ്രാമിന് 122, കിലോയ്ക്ക് 1,22,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.